മുഹമ്മദ് ഷഹീദ് പള്ളിപ്പുറത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, അപ്രതീക്ഷിതമായൊരു ദുരന്തമാണ്, അതിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് എല്ലാവരും. ഇവരുടെ യാത്രയുമായി ബന്ധപ്പെട്ടും ഈ മരിച്ചവരുടെ വിവരങ്ങൾ, ഒപ്പം തന്നെ പരിക്കേറ്റവരുടെ വിവരങ്ങൾ, അവിടെയുള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്? രതീഷ്, ഇത് തീർച്ചയായും മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് പ്രദേശം അത് അക്ഷരാർത്ഥത്തിൽ നടങ്ങിയിരിക്കുകയാണ്. ഇവിടെയുള്ള GLP സ്കൂളിലെ അധ്യാപകരാണ്. ഏറെക്കുറെ എല്ലാവരും ഈ ടൂറിന് പോയത്. അതിനിടെയാണ് ഈ അപകടമുണ്ടായത്. എത്ര പേരെ പോയിരുന്നത്? ഇവിടുന്ന് 16 പേര് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എത്ര പേര് മരണപ്പെട്ടു? നിലവിൽ 8 പേര് മരണപ്പെട്ടു, 4 പേര് ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നാട്ടുകാർ, നിങ്ങൾ ഈ പ്രദേശത്തുകാരാണോ? ഈ സ്കൂൾ അധ്യാപകരാണോ? അധ്യാപകരും പിന്നെ ഒരു ഉണ്ടെന്നാ പറഞ്ഞു. സഹായം? എത്ര പേര്? 16 ആളെന്നാണ്, കുട്ടികളടക്കം. ഓലെ കുട്ടികളും ഉണ്ട്. 16 ഈ നാട്ടുകാരാണ് അധ്യാപകർ. ഒരാൾ കൊളത്തൂരും, പിന്നെ ടീച്ചർ കൊളത്തൂർ പിലാമത്തോളൊക്കെ ഉള്ള ഉണ്ട്. ഈ പരിസര പരിസരത്ത് 4 ആളായിട്ടുണ്ട്, 4 ടീച്ചർമാരുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ അടുത്ത ആളാണ്. നമ്മളെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ചെറിയ LP സ്കൂളാണ്. അതിൽ കുറഞ്ഞ സ്റ്റാഫുകളേ ഉള്ളൂ. അപ്പോൾ ഇവരെ അടുത്തുള്ള സ്കൂളിലുള്ളവരെ ഫ്രണ്ട്സ്, പിന്നെ അവരെ ഫാമിലി, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു 10-16 ആൾക്കാരാണ് പോയിട്ടുള്ളത്. നമ്മളെ നാട്ടിലുള്ളത് ഒരു 2-3 അധ്യാപകർ, 4 അതെ. നമ്മളെ നാട്ടിൽ നിന്നൊരു 5-8 പേര് നമ്മളെ നാട്ടിലത്തെ നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ട്. സാജിദ, പിന്നെ പാചക തൊഴിലാളി, ഓളം കുട്ടിയുണ്ട്. കുഞ്ഞാമാഷ ഭാര്യയും കുട്ടിയുണ്ട്. പിന്നെ മജീദ് മാഷ് ഭാര്യയുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അറിയുന്ന ഒരു 5-8 പേര്. എന്തായാലും നമുക്ക് കറക്റ്റ് നമ്മൾ അറിയുന്ന ആൾക്കാർ 16 ആൾക്കാരുണ്ട്. അത് മറ്റ് പല സ്കൂളുകളിൽ. അതെ. അവരെ കുട്ടികളുണ്ട്. അതിൽ ആരൊക്കെ 1-2 ആൾക്കാരെ കുട്ടികളുണ്ട്. ഇപ്പോൾ അനീഷ്, രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പള്ളിപ്പറമ്പ് സ്കൂളിലേത് മാത്രമല്ല, പരിസര പ്രദേശങ്ങളിലുള്ള ചില സ്കൂളുകളിലെ അധ്യാപികമാരും അവിടെ കൂടെ പോയിട്ടുണ്ട്. അവരുടെ ചില ആളുകളുടെ കുട്ടികളും അങ്ങനെ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള പ്രദേശത്തുള്ള ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടി നമ്മോടൊപ്പം ചെയ്തിട്ടുണ്ട്. പിന്നെ വിവരങ്ങൾ നമ്മളിപ്പോൾ ഒഫീഷ്യലി അവിടെ CIനെ വിളിച്ചു നോക്കുമ്പോൾ പിന്നെ 9 പേര് മരണപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. 11 പേരുണ്ട് എന്നുള്ള പറയുന്നുണ്ട്. 4 പേരുടെ നില ഗുരുതരാണെന്നുള്ളൊരു ഇൻഫർമേഷൻ അവിടെ നിന്ന് വരുന്നുണ്ട്. MLA ആണ് അവിടെ CIനെ വിളിച്ചു നോക്കിയത്. അവർ ഇന്നലെ പോയ സമയം ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ ആക്സിഡന്റ് ആയപ്പോഴാണ് ഈ യാത്രയെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത്. അത് GLP സ്കൂൾ അധ്യാപകരാണ്. അവരുടെ മക്കളും സ്കൂളത്തെ ജീവനക്കാരും മക്കളുമാണ് അവിടുത്തെ. GLP സ്കൂളിൽ മാത്രമാണല്ലോ പരിസര പ്രദേശങ്ങളിൽ? ഇല്ല, GLP സ്കൂൾ മാത്രം. അതെ. എത്ര അധ്യാപകർ അതില് പോയത്? 6 അധ്യാപകരാണ്. കറക്റ്റ് അവരുടെ കുട്ടികളുണ്ടോ? ചില 13 പേരുണ്ടെന്നാണ് അനൗദ്യോഗിക കണക്കാണ്. 13 പേരുണ്ടെന്നുള്ളതാണ് പിന്നെ അനൗദ്യോഗികമായിട്ട് നമ്മൾ അറിഞ്ഞത്. കുട്ടികൾ കൂടിയിട്ടായിരിക്കും. അതെ. ബാക്കിയുള്ള ആളുകളുണ്ട്. ഇവർ പെർമിറ്റ് എടുത്തിട്ടുള്ള 12 പേർക്കോ എങ്ങാണ്ടാണ് പിന്നെ അതിന്റെ പെർമിറ്റിന്റെ ഡീറ്റെയിൽ ഉള്ളത്. അപ്പോൾ അതിനേക്കാൾ കുട്ടികളും കൂടെ ഉണ്ടാവും. അതിലുള്ളത് എന്താ വെച്ചാൽ അധ്യാപകരും HM അടക്കം അധ്യാപകരും, പിന്നെ അവിടുത്തെ ആയയും, പിന്നെ ബസ് ഡ്രൈവറും അങ്ങനെയാണ് പോയിട്ടുള്ളത്. പുരുഷ അധ്യാപകരുണ്ടോ അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെയാണ് അധ്യാപകർ? സ്ത്രീകളാണ്. അതിൽ ആകെ 2 മെയിലുള്ളൂ. ഒന്ന് ബസിന്റെ ഡ്രൈവറും അതുപോലെ തന്നെ ഒരു അധ്യാപകനും. ബാക്കി എല്ലാവരും വനിതാ അധ്യാപകർ. അതെ. പിന്നെ പോകാതിരുന്ന അധ്യാപകരുണ്ടോ? അവരുടെ പോകാതിരുന്ന് ആകെ സംബന്ധിച്ചില്ല. ഈ യാത്രയിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളത് നമുക്ക് ഒഫീഷ്യലി വിവരം ലഭിക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ബോർഡിൽ പ്രസിഡന്റ് വന്നാൽ ഉടനെ ഞങ്ങൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഡോക്യുമെന്റ്സ് വരുതെടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഫർദർ കാര്യങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ CIനെ MLA വിളിച്ചൊരറിവിൽ 9 പേര് മരിച്ചിട്ടുണ്ട്. 4 പേരുടെ നില അതീവ ഗുരുതരാണെന്നുള്ളതാണ് അവർ തന്നൊരു ഇൻഫർമേഷനാണ് നമ്മളെ കയ്യിലുള്ളത്. വേനലവധി ആയതുകൊണ്ട് അങ്ങനെ അവർ സൗഹൃദം പങ്കുപോയതാണ്. അങ്ങനെയുള്ള ടൂറാണ്. അതായത് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പോയൊരു ഇതാണുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ടീം ഓൾറെഡി അധ്യാപകരും അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പഞ്ചായത്ത് ബോർഡിൻ്റെ ആളുകൾ ഇപ്പോൾ പോകും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ പൊള്ളാച്ചി ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് നിലവിൽ ബോഡികളും പിന്നെ പരിക്ക് പറ്റിയ ആളുകളും ഉള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങളും അങ്ങോട്ടാണ് പോകാൻ നിൽക്കുന്നത്. രതീഷ്, ഏതായാലും വളരെ സങ്കടകരമായ കാര്യമാണ്. ഈ നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നു, ഈ പള്ളിപ്പറമ്പ് സ്കൂളിൻ്റെ പരിസരത്തുള്ള മറ്റ് സ്കൂളിലെ അധ്യാപകരും അവരുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് ഒരു നാട്ടുകാരൻ പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മറ്റുമായി ബന്ധപ്പെട്ട ആളുകളാണുള്ളത്. അങ്ങനെ ഈ പള്ളിപ്പറമ്പ് സ്കൂളിൽപ്പെട്ട ആളുകൾ മാത്രമാണെന്നാണ് പറയുന്നത്. ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ ആണ്. ഈ സ്കൂൾ നിൽക്കുന്ന പ്രദേശത്തെ വാർഡ് മെമ്പർ. അതെ. എന്താണ് യാത്രയെക്കുറിച്ച്?
യാത്രയെക്കുറിച്ചിട്ട് പൂർണ്ണമായിട്ട് വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അവർ രാവിലെ പോയത് ഇപ്പം നമ്മൾ വൈകുന്നേരം സംഭവിക്കുമ്പോഴാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അവർ പോകുന്നുള്ളൊരു വിവരം 2 ദിവസം മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഇന്ന് രാവിലെ പോയി എന്നുള്ള വിവരം നമ്മളിപ്പോൾ ഈ അപകടം അറിഞ്ഞതിന് ശേഷം. സ്കൂളിലെ അധ്യാപകരാണോ മുഴുവനും? അതെ, പള്ളിപ്പറമ്പ് സ്കൂളിൽ ബന്ധപ്പെട്ട എല്ലാവരും അധ്യാപകരുമാണ്. അവിടെയുള്ള ആയാണ്, പിന്നെ അവിടുത്തെ ഒരു അധ്യാപകൻ്റെ ഭാര്യയൊക്കെ ഇവിടെ ആയിട്ടാണ് പോയത്. ഒക്കെ ഈ സ്കൂളിനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ്. എത്ര അധ്യാപകരുണ്ട് ഇവിടെ മൊത്തം ഒരു 8-10 ആൾക്കാർ അധ്യാപകരുണ്ട്. അപ്പോൾ അവരുടെ കുടുംബം ഉണ്ടാവും? അവരെ കുടുംബം അവരും കൂടെ ആയിട്ട് പോയതാണ്. അധ്യാപകരും കുടുംബം കൂടെ പോയതാണ്. പിന്നെ എത്ര പേര് മരണത്തെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് മരണത്തെക്കുറിച്ച് അത്ര വിവരം കിട്ടിക്കണം. അപ്പോൾ 8 ആളൊന്നും പറയണ്ട. അതിനിടയിൽ ഒരു കുട്ടിയോടൊക്കെ മറ്റു എല്ലാവരും എന്നുള്ള വിവരം കിട്ടിയിട്ട് ആരും പൊതുവായിട്ടൊന്നും ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടികളും പോയവരുണ്ട്? ആ കുട്ടികളൊന്നും 3-4 കുട്ടികളുണ്ട്, പോയിട്ടുണ്ട്. സ്കൂൾ അധ്യാപകരൊക്കെ ഈ പ്രദേശത്തുകാരാണോ? ഒക്കെ ഈ പ്രദേശത്തുള്ള ആളാണ്. ഓക്കെ, മലപ്പുറം ജില്ലയാണ്. ഒന്ന് HM മാത്രം നമ്മൾ പുലാമന്തലുള്ളതാണ്. പിന്നെ ഒരു ടീച്ചർ കുളത്തൂരുള്ളതാണ്. ബാക്കിയൊക്കെ നമ്മൾ ഇവിടെ ചുറ്റുവട്ടത്തുള്ളതാണ്. കുറേ കാലങ്ങൾ ഒക്കെ ഇവിടെ എത്ര വർഷങ്ങളൊക്കെ ആയിട്ട് ഒരു 10-12 വർഷം പോലൊക്കെ ആയിട്ടുള്ള ടീച്ചർമാരുണ്ട് ഇവിടെ. പിന്നെ അവര് പേര് ആരൊക്കെയാന്ന് പറയാൻ പറ്റുമോ? അവരെ പേര് നോക്കിയിട്ട് അജിത ടീച്ചർ HM ആണല്ലേ? റംല, ആശ, സുഹറ, സാജി, മജീദ് മാഷ്, റുക്കിയ, നൌഷാദ്, ഷക്കീല, ഹാഷിം, ഷഹദീൻ ഷാജിന്റെ മോനാണ്. ഓക്കെ. അവരുടെ ചിത്രം ഈ 12 പേരുടെ വിവരമുള്ളത്? 12 പേര് ഇതാണ് ഇവരുടെ ഇതാണ് അവിടെ പോയത്. അജിത, HM, റംല ടീച്ചർ. ഇത് ഒന്ന് ഇവിടുത്തെ സ്കൂളത്തെ ബസ്സിന്റെ ഡ്രൈവറാണ്. പിന്നെ ഒന്ന് ഇപ്പോൾ പുതിയ ടീച്ചർ വന്നതാണ്. പിന്നെ സാജിദ എന്ന കുട്ടി ആയാണ്. പിന്നെ ഇതിലുള്ളത് റാംബുഷുവർ ടീച്ചർ അറിയും. പിന്നെ ആശ ടീച്ചർ, പിന്നെ HM അജിത ടീച്ചർ, പിന്നെ റംല ടീച്ചർ, പിന്നെ ഇത് ഇവിടെയുള്ള മാഷ ഭാര്യയാണ് റുക്കിയ അറിയും. അവരാണ് ഇവര് യാത്രയിൽ പോയ ഫോട്ടോകൾ വിട്ടു തന്നത്. ഇപ്പോൾ ഡ്രൈവർ നമ്മളെ ഈ സ്കൂളത്തെ വണ്ടിത്തെ ഡ്രൈവറാണ്. അത് വേറെയാണ്. അത് ചൂനൂരുള്ള ഡ്രൈവറാണ്. കടന്നമ്പടിക്കത്താണ് പിന്നെ വണ്ടി എന്നാ പറഞ്ഞത്. അത് അവർ നേരത്തെ അയച്ചു തന്നതാ. അയച്ചു തന്നതാണ്. നമ്മൾ ഇതാണ് HM. ഇതാണ് HM. ഡ്രൈവറാണോ? അതായത് ആ സ്കൂൾ ബസ് ഡ്രൈവറാണല്ലേ? അധ്യാപകനാണോ? അല്ല, ഇത് സ്കൂളിലെ ബസ് ഡ്രൈവർ. ഇത് തൊട്ടപ്പുറത്തുള്ള സ്കൂളിലെ ടീച്ചറാണ്. ഇവിടെ UP സ്കൂളിലുള്ള ടീച്ചറാണ്. അവരതിന്റെ കുട്ടിയുണ്ടെന്നാണ് പറയുന്നത്. ഈ ടീച്ചേഴ്സ് ഒക്കെ ഇതൊക്കെയാണ് അവർ പോലുള്ളത്. HM ആണ്. ഈ നടുവിലുള്ള വെള്ള കളറുള്ള HM. ഇത് ഈ വെള്ള ചുരിദാർ. HMന്റെ പേര് ആശ. ഇവരൊക്കെ ഇതൊക്കെ ഇവിടെ ഉള്ള ടീച്ചർമാരാണ്. എടുത്തരത്തിലുള്ള മുഴുവൻ പേരിന്റെ ഫോട്ടോസ് കിട്ടുന്നില്ല. നമ്മള് ഓരോരുത്തരും അയച്ചു തരുമ്പോൾ രതീഷ്, ഇപ്പോഴും പോയ ആളുകളുടെ വിവരങ്ങൾ പ്രാഥമികമായി ഇവർ നാട്ടുകാർക്ക് അറിയുന്ന വിവരങ്ങൾ മാത്രമാണ്. അവർക്ക് പരിചിതരായ അധ്യാപകരാണെന്നതുകൊണ്ട് അവരുടെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ടുള്ള വിവരങ്ങളാണ് ഇവർ പങ്കുവെക്കുന്നത്. ഇപ്പോഴും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എത്ര പേര് ആരൊക്കെയാണ് ഇതിൽ അപകടത്തിൽപ്പെട്ടത്, മരണപ്പെട്ടതെന്ന് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. ഇവർക്ക് ലഭിച്ച വിവരങ്ങളും പേരുകളും ഒക്കെയാണ് ഇവർ പങ്കുവെക്കുന്നത്. ഏതായാലും ഇവരും അത്രയും പരിചയവും 10-12 വർഷം ഇവിടെ അധ്യാപകരായിരുന്ന ഈ നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള അധ്യാപകരാണ്. വിനോദയാത്രക്ക് അവർ പോയത്. അവർ അധ്യാപകരും അവരുടെ ചെറിയ മക്കൾ ഉൾപ്പെടെയുള്ള ചെറിയ കുടുംബങ്ങളും ചെറിയ ആളുകൾ ഒപ്പം കൂട്ടിയിരുന്നു. ആ യാത്രാ സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്.